ഹായ് ഫ്രണ്ട്സ്, ജൂലൈ 5 ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് LP, UP, HS, HSS വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരത്തിന് ഉപകാരപ്പെടുന്ന 40 ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യുന്ന പാർട്ട് 1 ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? പിതാവ് കായ് അബ്ദുറഹ്മാൻ സാഹിബ്, മാതാവ് കുഞ്ഞാത്തുമ്മ. ബഷീർ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതാണ്? പ്രേമലേഖനം 1942. ബഷീർ പ്രസിദ്ധീകരിച്ച ആദ്യ കഥ ഏതാണ്? തങ്കം. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? സോജ രാജകുമാരി. ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഏതാണ്? ഉജ്ജീവനം. ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഓർമ്മയുടെ അറകൾ. ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചത് എന്തായിരുന്നു? ടാറ്റ. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ള ബഷീറിൻ്റെ കൃതി ഏതാണ്? പാത്തുമ്മയുടെ ആട്. സിനിമയാക്കിയ ബഷീറിൻ്റെ രണ്ടാമത്തെ നോവൽ ഏതാണ്? ബാല്യകാലസഖി. ബഷീർ വിവാഹിതനായത് എന്ന്? 1958 ഡിസംബർ 18. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. മതിലുകൾ എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചത് ആരാണ്? മമ്മൂട്ടി. ബഷീർ കൃതികളെ നിശിതമായി വിമർശിച്ച് MB രഘുനാഥൻ രചിച്ച പുസ്തകം ഏതാണ്? ഉപ്പുപ്പാൻ്റെ കുയ്യാനകൾ. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? 1908 ജനുവരി 21. ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ചെവിയോർക്കുക അന്തിമകാഹളം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? കൊച്ചു മുഹമ്മദ്. മജീദും സുഹറയും കഥാപാത്രമാവുന്ന ബഷീറിൻ്റെ കൃതി ഏതാണ്? ബാല്യകാലസഖി. ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകം ഏതാണ്? നേരും നുണയും. ബഷീർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സുവാർത്ത നൽകുന്നവൻ. ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏതു ജില്ലയിലാണ്? കോട്ടയം. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി? ബാലാമണിയമ്മ. ബഷീറിൻ്റെ ജീവചരിത്രത്തിൻ്റെ പേര് എന്താണ്? ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ്? EM അഷ്റഫ്. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിൽ. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്?
മതിലുകൾ 1990. ബഷീറിൻ്റെ മക്കൾ ആരെല്ലാം? ഷാഹിന, അനീസ്. ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? അനീസ് അൻവർ. കാടായിത്തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥയാണ് ബഷീറിൻ്റെ സാഹിത്യം എന്ന് വിലയിരുത്തിയ നിരൂപകൻ ആര്? MN വിജയൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭീകരത മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ബഷീർ കൃതി ഏതാണ്? ശബ്ദങ്ങൾ. ബഷീർ അന്തരിച്ചത് എന്നാണ്? 1994 ജൂലൈ 5. ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏതാണ്? ഉപ്പു സത്യാഗ്രഹം. കോഴിക്കോട് നിന്ന്. ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം ഏത്? 1970. ബഷീറിന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം ഏതാണ്? 1981. നീലവെളിച്ചം എന്ന ബഷീറിൻ്റെ കഥ ചലച്ചിത്രമായത് ഏത് പേരിൽ? ഭാർഗവീ നിലയം. ഭാർഗവീ നിലയം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? A. വിൻസെൻ്റ്. വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന ബഷീറിൻ്റെ പ്രശസ്തമായ പദം ഏത് കൃതിയിലാണ്? എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന്. ഉജ്ജീവനം എന്ന വാരികയിൽ ബഷീർ എഴുതിയിരുന്നത് ഏത് തൂലികാനാമത്തിലാണ്? പ്രഭ. നട്ട് ഹംസൻ്റെ വിക്ടോറിയ എന്ന നോവലുമായി സാമ്യം ആരോപിക്കപ്പെട്ട ബഷീർ നോവൽ ഏതാണ്? ബാല്യകാലസഖി. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെ? ഭാർഗവീ നിലയം 1964, ബാല്യകാലസഖി 1967. ഇവിടെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട അടുത്ത വീഡിയോകൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.